സിഞ്ചു, സിഞ്ചു ഇങ്ങനെ പേടിച്ച് ഒരു എലിക്കുഞ്ഞിനെ പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഫ്രീസറിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി, ഇനിയിപ്പോൾ സിഞ്ചു ആയിട്ട് ഇവിടെ നിന്നാൽ മതി. എങ്ങനെ തോന്നി പെർഫോം ചെയ്തിട്ട്? സ്വന്തമായിട്ട് ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് അഭിനയിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ആ ഒരു ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു റീൽസ് പോലും അഭിനയിച്ചൊന്നും നോക്കിയിട്ടുള്ള ആളല്ല. അതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാണ്. എൻ്റെ വിജയ് തമ്പി അങ്കിളുടെ ഒരു സീരിയൽ ഇപ്പം ചെയ്തായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡബിങ് ഉമ്മയാണ് ചെയ്തത്. ലാസ്റ്റ് ഡബിങ്. ഓ, ഉമ്മ അപ്പൊ ഡബിങ്ങിലേക്കും കൂടി കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ പെർഫോമൻസിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ശ്വേതാജി പറയും. സിഞ്ചു ഇവിടെ വന്ന തൊട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ സിഞ്ചു ചെയ്യാത്ത എന്താ പറയുക ചാലഞ്ചസ് ആണ് ഈ വേദിയിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ആക്ടിങ്ങും ചെയ്തു അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു സീൻ, അല്ലാതെ ഈ ഒരു സിനിമ, അല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ ബിറ്റ് എക്സ്പ്രഷന് വേണ്ടിയിട്ട്? ബിക്കോസ് സിഞ്ചു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വെറൈറ്റി, ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വെറൈറ്റി വേണം എന്നല്ലേ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഈ സീന്? ഇതിൽ ഒരുപാട് എക്സ്പ്രഷൻസ് ഒരുപാട് ചെയ്യാനുണ്ട്. ആദ്യം ഞാൻ എടുത്തിരുന്ന വേറൊരു ഇതാണ്. അപ്പോഴത്തേക്കും അത് ഡയലോഗ്സ് കൂടുതൽ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സതീഷ് സാറിൻ്റെ ഒരു മെസ്സേജ് വന്ന് ഡയലോഗ്സ് അല്ല, ഇത് എക്സ്പ്രഷൻ റൗണ്ടാണ്, എക്സ്പ്രഷന് കൂടുതൽ പ്രാധാന്യം വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒന്നും ഇങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ കുറേ ഇങ്ങനെ നോക്കി വന്നപ്പോൾ എക്സ്പ്രഷന് കൂടുതൽ പ്രാധാന്യം വരുന്നത് നോക്കി വന്നപ്പോൾ ഇതാണ് മനസ്സിൽ വന്നത്. അപ്പൊ ഇവരോട് ചോദിച്ചോ, ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഇത് എടുത്തോട്ടെ, എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചോ? സജഷൻസ് ഒക്കെ ചോദിച്ചു. ഞാൻ ആദ്യം ഇക്കായോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇക്ക ആണ് സീനൊക്കെ ഫിക്സ് ചെയ്ത് തന്നത്, ഇത് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സതീഷ് സാറിന്റെ അടുത്ത് ചോദിച്ചു ഞാൻ ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഏതാന്ന് വെച്ചാൽ എടുക്കാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടി കയറി ചെല്ലുന്നു. മറ്റേ ഒരു ബേസിക്കലി ആരോ ഇങ്ങനെ എന്താ പറയുക പണി തരികയാണ്. അപ്പോൾ 36 ഉള്ളിൽ കയറിയിട്ട് ഒരു വലിയൊരു ട്രാവലാണ്, ടൈം ട്രാവൽ കാണിച്ചാലല്ലേ ആ എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റുള്ളൂ. ഈ 2 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്താലും ഫേസിൻ്റെ കളറ് മാറില്ല അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ബിക്കോസ് ഈ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ആ ഫേസ് വൈറ്റ് ആവണം, ചുണ്ടെല്ലാം അങ്ങനെ പൊട്ടണം, പിന്നെ ഇവിടെ എല്ലാം ആ ഒരു എന്താ പറയാ സ്നോ പോലെ ആ സാധനങ്ങൾ വേണം. പിന്നെ ആകെ മൊത്തം ഒരു അത് വന്നില്ല. ബിക്കോസ് സീനിൻ്റെ അല്ല, നമ്മളൊരു കോമൺ സെൻസിൻ്റെ കാര്യം പറയാം. ബിക്കോസ് 2 മിനിറ്റ്സിൻ്റെ ഒരു സീനിൽ ഡയലോഗ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഡയലോഗ് നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആ സീനിൻ്റെ ഒരു ജിസ്റ്റ് ഉണ്ടല്ലോ, അത് പുറത്തു വരണം. അതാണ്ടായിരുന്നത്. ഞാൻ ഡയലോഗ് കറക്റ്റ് ആണോ എന്താണോ, പക്ഷെ നമ്മൾ അതിൻ്റെ മോഡുലേഷൻ, നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയും അപ്പോഴല്ലേ മുഖം. സിഞ്ചുവിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് സിഞ്ചു ചെയ്തു, സിഞ്ചുക്ക് തന്ന കാര്യം സിഞ്ചു നന്നായി ചെയ്തു. പക്ഷേ അതൊരു 2 മിനിറ്റിൽ എൻ്റെ ഒരു എക്സ്പ്രഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. എന്താന്ന് വെച്ചാൽ ഇത് സിനിമയിൽ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, അതിന്റെ എല്ലാ കാര്യങ്ങളും കൂടി വരുമ്പോഴാണ് ഓരോരോ ഷോർട്സ് ഇങ്ങനെ ടേക്ക് ഓഫ് ആവില്ല ആ ഒരു. പക്ഷെ ഈ ലൈവായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ, നമ്മളിപ്പം ഒരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ ഇപ്പൊ പാട്ടിന്റെ ആയിക്കോട്ടെ ഡാൻസിന്റെ ആയിക്കോട്ടെ, അവർ പറയില്ലേ നിങ്ങളുടെ സോങ് സെലക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡാൻസിന്റെ ആ സെലക്ഷൻ മോശമായി എന്ന് പറയുന്ന പോലെയാണ് സിഞ്ചുവിന്റെ ഈ ഒരു സെലക്ഷൻ ആണ് മോശമായത്. ലൈക്ക് എക്സ്പ്രഷൻ റൗണ്ടിൽ പ്രൂവ് ചെയ്യാൻ വേറൊരു ഡയലോഗ്സും കൂടി ഉള്ളൊരു സാധനം എടുത്തിരുന്നെങ്കിൽ സിഞ്ചുവിന് നന്നായിരിക്കും. ഇത് നമുക്ക് സ്റ്റേജിൽ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റാത്തൊരു സീനായിപ്പോയി. അപ്പൊ അതാ ഞാൻ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും പറഞ്ഞിരുന്നോ നമുക്ക് ഈ സീൻ വേണ്ട, വേറെന്തെങ്കിലും എടുത്താൽ നന്നായിരിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? കംഫർട്ട് ആയിട്ടുള്ള ഒരു ഇത് എടുക്കാനാണ് പറഞ്ഞത്, അല്ലാതെ വേണ്ടാന്ന് പറഞ്ഞില്ല ആരും. അതെ, അതൊക്കെയാണ് ഒരു മെയിൻ പ്രശ്നം. ഇപ്പൊ ശ്വേതാജി പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ സിനിമ, ഇപ്പൊ വയസ്സായ ആളുകളൊക്കെ TV കാണുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല. നേരെ മറിച്ചൊരു ബിക്കോസ് നമ്മളെല്ലാം സിനിമ ഇൻഡസ്ട്രിയിലെ ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം ഈ സിനിമ എന്താണ്, സംസ്ഥാന അവാർഡ് കിട്ടിയതാണ് സിനിമ, അതൊക്കെ എല്ലാം അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു സീൻ സെലക്ഷനിലാണ് സിഞ്ചുവിൻ്റെ
അല്ലാതെ സിഞ്ചുക്ക് തന്ന കാര്യം സിഞ്ചു നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എക്സ്പ്രഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല. കേറി ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് വരയ്ക്കാൻ തുടങ്ങി, പിന്നെ അവസാനം പോയിട്ട് അത് വീണു. മീൻസ് ഒന്ന് തപ്പല്, അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് സിഞ്ചു അത് ചെയ്യാൻ പറ്റില്ല, എനിക്കറിയാം. സിഞ്ചുവിന്റെ കുഴപ്പമല്ല, അത് സീനിന്റെ ഒരു പ്രശ്നമാണ്. അതിനിപ്പോ സിഞ്ചു ഇപ്പൊ ഒരു അരമണിക്കൂറെല്ലാം കൊടുത്താല് ചിലപ്പോ ടെക്നിക്കലും അതൊക്കെ വീണ് സ്നോ എല്ലാം വീണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ഇൻ 2 minutes. എനിക്ക് അതാണ് റോങ് തോന്നിയത്. ഓക്കെ സിഞ്ചു, എന്നെ സംബന്ധിച്ച് ദിസ് വാസ് നോട്ട് എ വെരി ഗുഡ് ചോയ്സ്. 5 out of 10. ഓക്കെ 5 out of 10. ആൻഡ് നമ്മുടെ സ്പോട്ട് കൊറിയോഗ്രാഫി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സൂപ്പറായിരുന്നു, നല്ല ലൈവ്ലി. മോള് നന്നായി ചെയ്തു. മോളുടേതായ ഒരു സ്വന്തമായ ഒരു സിഗ്നേച്ചേഴ്സ് ഉണ്ടല്ലോ, കാർട്ട് വീൽസും അങ്ങനെയൊക്കെ ബോഡി വേവ്സും, അതെല്ലാം നന്നായി ചെയ്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് മോൾക്ക് കിട്ടുന്നത് 10 out of 10. 10 out of 10. അടിപൊളി. അപ്പോ എന്തായാലും ഇവരുടെ ഈ റൗണ്ടില് 15 മാർക്കാണ് ഔട്ട് ഓഫ് 20. 15 ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ള ഇത് എല്ലാ കണ്ടസ്റ്റൻസിനോടും നമ്മൾ പറയാണ്, നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്ന പോലെ എടുത്താൽ പൊങ്ങാത്ത സാധനങ്ങളും സ്റ്റേജിൽ ഫലിക്കാത്ത സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഇനി നിങ്ങളുടെ ഭാവിയിലാണെങ്കിലും ഇനി സിഞ്ചു ഇത് ചെയ്യരുത്, ഇത് ഞാൻ ചെയ്തിട്ടില്ല. സിഞ്ചുവിന്റെ ഒരു എന്താ പറയാ ട്രാൻസ്ഫോർമേഷൻ രക്ഷയില്ലാതെ സൂപ്പർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ സിഞ്ചു ഈ വേദിയിൽ വന്നിട്ട് ഇത്രയെങ്കിലും ചെയ്തത് അപ്പോൾ എവിടേക്കോ കോൺഫിഡൻസ് ഉണ്ട്. ഇനി ഡയലോഗ് അത് വിടൂ, സിനിമയുടെ ഡയലോഗ് അല്ല, പക്ഷെ ആ സീനിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് മാത്രം വന്നാൽ മതി. ഓക്കെ സിഞ്ചു, അപ്പം എന്തായാലും അടിപൊളി. നമുക്ക് അടുത്ത സെഗ്മെന്റിൽ അടുത്തടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ടിരിക്കും. ഹാപ്പി അല്ലേ? ഹാപ്പി. ഹാപ്പിയാണ്.